സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യ മാന്യാ വിഹിന്ദ്രാദിമൃഗ്യാ ഗണേശ അഭിധാമി വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മം 6 ചേർന്ന് 51 ഒത്തുവാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലാചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. ഓം ബ്രഹ്മാവും മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഗോളജ്ഞാനികളായ മാധവമുഖന്മാരും തുണച്ചേടണം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, നന്മ, എല്ലാ ദൈവകൃപയും ഒക്കെ എല്ലാ ലൗകികമായും ആത്മീയമായും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മക്കൾ, എനിക്ക് സന്തോഷമുണ്ട്. മക്കളുടെ കമൻസുകളൊക്കെ വന്നു. സ്മിത, രാധ, ബിന്ദു സുരേന്ദ്രൻ, ജഗദമ്മ, ജാനകി ടീച്ചർ, ശുഭകുമാരി, രുക്മിണി മോഹൻ, ഗീതാ നായർ, പ്രമിള സുനിൽ, നിർമ്മല രമേഷ്, ബിജി ബിജു, താര മനോജ്, ജയ അനിൽ, ദീപ സന്തോഷ്, പ്രസന്ന, സുലേഖ മോഹൻ. മതി, ഇത്രയൊക്കെ മതി മക്കളെ. എനിക്കത് എന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് മനസ്സിൽ വിഷമമില്ലെങ്കിൽ മക്കൾ എന്നെ ചിന്തിക്കാതെ ഇത് കേൾക്കാതെ ഇരിക്കുവാണോ എന്നറിയുമ്പോൾ പിന്നെ ഒരു മനസ്സിനൊരു വല്ലാതെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതാ. എല്ലാവർക്കും ഗുണം, സുഖം എല്ലാം ഉണ്ടാകണം. എല്ലാ ആരോഗ്യവും ആയുസ്സും ആർക്കെങ്കിലും അസുഖമുണ്ട് രോഗശാന്തിയും എല്ലാം വേണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോഭവന്തു. നമുക്കത് നാമം ചൊല്ലാം. അത് ഞാൻ ഒരു ദിവസം ഒരു മകൾ ഇതിൽ കൂടെ ക്ലാസ് എടുത്ത് പിള്ളേർക്ക് അത് ഞാൻ എഴുതിയെടുത്ത് അവർ പറയുമ്പോൾ അത് കേട്ട് ഞാനൊന്ന് നോക്കി അല്പമൊക്കെ പാടി. അതെനിക്ക് അറിയത്തില്ലെങ്കിലും ഇതിന് കോപ്പറേറ്റ് എന്തോ ഒരു കുഴപ്പമുണ്ട്, അങ്ങനെ വരുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ ചൊല്ലുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പാട്ട്. അതുകൊണ്ട് അത് ചൊല്ലാം. അത് ഞാൻ കുറച്ച് നാളുണ്ടേ ഇത് എഴുതിയെടുത്ത് പാടണമെന്ന് പറഞ്ഞ് ഇരിക്കുക. അപ്പോൾ അത് എൻ്റെ ആഗ്രഹം പോലെ അതിങ്ങനെ വന്ന് സംഭവിച്ച് കൈ കിട്ടി. എന്നാൽ അങ്ങനെ ചൊവ്വന് പഠിച്ചതൊന്നുമില്ല. ഒരു ദിവസം കുട്ടിയൊന്ന് ക്ലാസ് എടുത്തു, പിന്നെ ഞാൻ നോക്കിയില്ല. എങ്കിലും അത് പണ്ടങ്ങനെ കേട്ടിട്ടുണ്ട്. ചിത്രാമ്മയുടെ പാട്ടാ. ഇനി വല്ല കുഴപ്പമുണ്ടോ, ഇത് അങ്ങനെയൊക്കെ ഉണ്ട്, ഇതിനകത്ത് ചൊല്ലിക്കൂടെ ചില പാട്ടുകളൊക്കെ. എന്തായാലും നോക്കാം. ഗുരുവായൂരപ്പൻ്റെ പാട്ടല്ലേ, എങ്ങനെ ചൊല്ലാതിരിക്കും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഹരിനാമ കീർത്തനം
ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ ഓർത്തുപോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ ഓർത്തുപോകും. ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടുത്തെ, ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടുത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും, തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. തെറ്റുകളെല്ലാം ക്ഷമിക്കുക. ഇത് ഞാൻ അങ്ങനെ പാടിയിട്ടില്ല. ഇത് ഒരു ദിവസം ഒരു മകള്, പേരൊക്കെ ദീപ്തി എന്താ സംഗീതം അങ്ങനെ കണ്ടായിരുന്നു, മറന്നുപോയി. എന്തായാലും മക്കൾക്കെല്ലാം നമസ്കാരം. തെറ്റെല്ലാം പൊറുക്കുക. ഇതിന് എന്തോ കോപ്പറേറ്റ് എങ്ങാണ്ടൊരു കുഴപ്പമുണ്ട്. ഇതിന് വന്നാൽ അതിന് ഇങ്ങോട്ട് വരും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ചില പാട്ടുകൾക്കേ ഉള്ളെന്നാ കുട്ടി പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഇട്ടത്, ഇത് വായിച്ചത് അല്ല പാടിയത്. ഒത്തില്ലെന്ന് എനിക്കറിയാം. കാരണം ഇത് ഒത്തിരി ആൾ പാടി പഠിച്ചെങ്കിലേ നമുക്ക് വരത്തുള്ളൂ. ചില സ്ഥലത്തൊക്കെ എങ്ങനെയൊക്കെ എടുക്കണമെന്ന് അറിയാൻ പറ്റും. ഇന്നലെ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാനങ്ങ് ഇട്ടതാ മക്കളെ. എല്ലാവരും ഇത് സഹിക്കുക, ക്ഷമിക്കുക. നമുക്ക് ഭാഗവതം വായിക്കാം. നമ്മൾ പരമാത്മാവായ ശ്രീകൃഷ്ണൻ പശുക്കളെയും ഒക്കെ മേച്ച് ഗോപന്മാരുമായിട്ട് അപ്പോൾ എന്ത് വന്നു പരീക്ഷിക്കാൻ. കാരണം ഭഗവാൻ നന്നായി കളിക്കുകയും രസിക്കുകയും ഉല്ലസിച്ച് കുട്ടികളായിട്ട് അത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് അഹങ്കാരം വന്നു. ഭഗവാന്റെ കണ്ണൻ്റെ മായ ഹീനത്വം, ഭഗവാന്റെ മായയ്ക്ക് ഹീനത്വം, അതായത് ശക്തി വല്ലതും കുറവുണ്ടോ എന്നൊരു പരീക്ഷണം കൊടുത്തു. എന്താ ചെയ്ത് ഭഗവാനും കുട്ടികളും പശുക്കളെ അടുത്ത് കാണത്തക്കോണം നിർത്തി, പുല്ലുള്ളിടത്ത് നിർത്തിയിട്ട് അവർ ആഹാരം കഴിക്കാനിരുന്നു. അവർ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും, അവർ ആഹാരം കഴിക്കുകയും ചെയ്യും. അങ്ങനെ കാണുന്ന രീതിയിലാണ് പശുക്കളെയൊക്കെ നിർത്തിയിരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്ത് പെട്ടെന്ന് തന്നെ പശുക്കളെ ഒന്നിനെയും കണ്ടില്ല. ബ്രഹ്മാവ് മായ കൊണ്ട് മറച്ചു. കാരണം പരമാത്മാവായ കൃഷ്ണന് മനുഷ്യ രൂപം എടുത്തത് കൊണ്ട് ശക്തിക്കുറവ് വല്ലതും ഉണ്ടോ, മായയ്ക്ക് ശക്തിഹീനത്വം പരീക്ഷിക്കണമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അങ്ങനെ മായ കൊണ്ട് മറച്ചു പശുക്കളെയൊക്കെ. അപ്പോൾ കുട്ടികളെല്ലാം അവിടുന്ന് കാണാഞ്ഞപ്പോൾ പശുക്കളെ നോക്കാൻ വേണ്ടി ഉണ്ടോണ്ടിരിക്കുക അല്പാൽപ്പം, എല്ലാം കഴിച്ച് തീർന്നില്ല. അപ്പോൾ കുട്ടികൾ അവിടുന്ന് എഴുന്നേറ്റപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്തിനാ സംഭ്രമിക്കുന്നത്? നിങ്ങൾ മുമ്പ് എങ്ങനെ സന്തോഷമായിട്ടിരുന്ന് കഴിച്ചു അതുപോലെ പോയി കഴിച്ചോളൂ, ഞാൻ പോയി നോക്കി തിരഞ്ഞു കണ്ടുപിടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഭഗവാൻ കണ്ണൻ തന്നെ ചോറും കയ്യിലെടുത്തും കൊണ്ട് പോയി. കഴിച്ചും കൊണ്ട് നടന്ന് പശുക്കളെ നോക്കാമെന്നും കരുതി ഭഗവാൻ അങ്ങനെ ചോറും കയ്യിലെടുത്തുകൊണ്ട് പോയി. പക്ഷേ ചെന്ന് നോക്കിയപ്പം എങ്ങും കണ്ടില്ല. ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിലെങ്ങാണം പശുക്കൾ കയറി അവിടെ മേഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയോ ഒന്നും അറിയാൻ വയ്യ.
അചലത്തിൽ മുകൾ പരപ്പേറി ഗോവൃന്ദം പശുക്കൂട്ടം മേഞ്ഞു കഴിഞ്ഞ് ഇറങ്ങിപ്പോയില്ലല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഭഗവാൻ വിഷമിക്കുന്നു. ഘോരമാം കൊടുങ്കാട്ടിൽ എന്നതോർത്ത് അവിടെയും പാരാതെ നടന്ന് അന്വേഷിച്ചു. കാണാഞ്ഞെങ്ങ് ബാലന്മാർ ഉണ്മാനിരുന്നിടത്തും കണ്ടില്ലല്ലേ. അപ്പോൾ ഭഗവാൻ ഒറ്റയ്ക്കാണ് പോയി നോക്കുന്നത്. എല്ലായിടും നോക്കി, എങ്ങും കാണുന്നില്ല. കുട്ടികൾ ഉണ്മാനിരുന്നിടത്തും നോക്കി, അവിടെയും കണ്ടില്ല. കാലികൾ തമ്മെ പുനരെന്നോർത്ത് വിരവോടേ സാധനം അവിടെ പോയി ചെന്ന് നോക്കിയിടും നേരം. അപ്പോൾ കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ട് വട്ടത്തിലിരുന്ന് കഴിക്കുവാണല്ലോ. എന്നിട്ടും നോക്കിയിട്ട് അവിടെ കാണുന്നില്ല. കാലികൾ തമ്മേ, അത് പശുക്കളെ ഈ കുട്ടികൾ ഇരിക്കണത്തൊക്കെ കാണും എന്ന് കരുതി ഭഗവാൻ വിരവോട് സാധനം അവിടെ പോയി ചെന്ന് നോക്കിയപ്പോഴോ ഓദനാദികളെയും, കാരണം ഭക്ഷണം ഓദന ആഹാരം, ആ ആഹാരം കഴിക്കുന്ന കുട്ടികളെയും കണ്ടതില്ലെങ്ങും. അപ്പോൾ അവര് കാനനന്തോറും പശുവൃന്ദങ്ങളെ അന്വേഷിപ്പാൻ ആനായ ബാലന്മാർ പോയാരെന്ന് ഭഗവാൻ വിചാരിച്ചു. കാനനത്തിലോട്ടെങ്ങാണം കുട്ടികൾ പശുക്കളെ നോക്കാൻ പോയി കാണും, അതുകൊണ്ടായിരിക്കും കുട്ടികളെ കാണാഞ്ഞതെന്ന് ഭഗവാൻ വിചാരിച്ചു. താൻ അവരുടെ നാമധേയങ്ങൾ നീളെ ചൊല്ലി കുട്ടികളുടെ പേരുകൾ വിളിച്ച് കണ്ണൻ എല്ലായിടവും തിരക്കി. എല്ലാവരുടെയും പേരുകൾ വിളിച്ച് സാനന്ദം വിളിച്ചുകൊണ്ട് ഓടിനാൻ. പലയിടത്ത് കാണാതെ വന്നവളും പരിഭ്രമവും ആവും. കുട്ടിയല്ലേ, കൃഷ്ണൻ എന്തോ പ്രായമുണ്ട്. അപ്പോൾ പരിഭ്രമിച്ച് എല്ലായിടവും ഓടി പലയിടത്തും പോയി നോക്കുന്നു കണ്ണൻ. അപ്പോഴോ വേദങ്ങൾ ഓതി തിരഞ്ഞാതരാൽ പലയിടത്തും വേദങ്ങൾ ഓതി തിരഞ്ഞ് എല്ലാവരുടെയും പേരുകൾ വിളിച്ചു തിരഞ്ഞിട്ടും കാണാതൊരു പാത പങ്കജങ്ങളിൽ കല്ലിലും മലയിലും പാരിച്ച പടലിലും മുള്ളിലും നടന്നിടർ പൂരിച്ചു വശം കെട്ടു മാഴുകി പോകയില്ലല്ലേ. കുഞ്ഞിൻ്റെ കാല്, കണ്ണിൻ്റെ കാല്, കാരണം വനത്തിൽ മുള്ളും, കാരണം ഓടുമല്ലയോ. പിന്നെ ഈ കുട്ടികളെയും കാണുന്നില്ല. ഓദനാദി കളിച്ച ഭക്ഷണം കഴിച്ച കുഞ്ഞുങ്ങളെയും കാണുന്നില്ല. ഒരൊറ്റ കുട്ടികൾ പോലും ഗോവന്മാരെ കാണുന്നില്ല. എല്ലാം ബ്രഹ്മാവ് അവരെ കൂടെ അങ്ങ് മറച്ചു മായ കൊണ്ട്. കണ്ണനൊന്ന് എന്തുകൊണ്ട് ശക്തി ഉണ്ടോയെന്ന് പരീക്ഷിക്കാൻ ചെയ്തൊരു പരിപാടിയാണ്. ഭഗവാൻ ചിന്തിക്കാതെ തന്നെ, എന്നാൽ ഉള്ളം കൊണ്ട് ചിന്തിക്കുന്നില്ല. കുട്ടിയല്ലേ, ചിന്തിച്ചാൽ പരമാത്മാവായ ഭഗവാൻ അറിയാം. പക്ഷെ അന്നേരം വെപ്രാളം കൊണ്ട് ഓടി തളരുക, എല്ലായിടവും ഓടി കഷ്ടപ്പെടുക. അപ്പോൾ ബാലഗോജാലങ്ങളെ വേർപെട്ട് പോന്നേനെന്നങ്ങ് ആലയെ ചെന്നാലമ്മ കോൽ കൊണ്ട് തല്ലുമല്ലോ. അപ്പം വശം കെട്ട് കുട്ടി പാരിച്ച കല്ലും മുള്ളും എല്ലാം കാലിലൊക്കെ പൊത്തു കയറുന്ന് വശം കെട്ട് മാഴുകി തളർന്ന് കണ്ണൻ. അങ്ങനെ കുട്ടികളെയും അത് ഗോപന്മാരെയും പശുക്കൂട്ടത്തെയും വീട്ടിലോട്ട് ചെന്നാൽ കണ്ടില്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ചോദിക്കത്തില്ലേ അവരുടെ ഗോപന്മാർ, അവിടെ മുതിർന്നവർ പോയ കുട്ടികളെന്തിയെ പശുക്കളെന്തെന്ന് വെച്ചാൽ കുഞ്ഞിന് കണ്ണിന് തന്നെ വീട്ടിൽ പോകാൻ പറ്റുമോ? ഇങ്ങനെ വിഷമിച്ചു. നമുക്ക് അവിടെ നിന്നിട്ട് വായിക്കാം. ഞാനത് കഥയൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗോവർദ്ധനാഖ്യാചലത്തിൽ മുകൾ പരപ്പേറി ഗോവൃന്ദം മേഞ്ഞു കഴിഞ്ഞിറങ്ങിപ്പോയില്ലല്ലേ. ഈ പശുക്കളിനി ഗോവർദ്ധന അവിടെയൊക്കെ പോയി പുല്ലൊക്കെ മേഞ്ഞിട്ട് ഇറങ്ങിപ്പോയോ? അങ്ങനെ വന്നോ? ഘോരമാം കൊടുങ്കാട്ടിൽ എന്നതോർത്ത് അവിടെയും പാരാതെ നടന്ന് അന്വേഷിച്ചുടൻ കാണാഞ്ഞ് ഇങ്ങ് ബാലന്മാർ ഉണ്മാനിരുന്നിടത്തും കണ്ടില്ലല്ലേ. കുട്ടികൾ ഉണ്ണുന്ന ഭാഗത്ത് അവിടെയും നോക്കി, അവിടെയും കണ്ടില്ല. കാലികൾ തമ്മേ പുനരെന്നതോർത്ത് വിരവോടെ സാദരം അവിടെ പോയി ചെന്ന് നോക്കിയിടുന്നേരം ഓദനാദികളെയും കണ്ടതിലെങ്ങും തത്ര. അവിടെ വന്ന് നോക്കിയപ്പോൾ കുട്ടികൾ ഉണ്ടോണ്ടിരുന്ന ഭാഗത്ത് നിന്നപ്പം പശുക്കളെയും കണ്ടില്ല, കുട്ടികളെയും കാണുന്നില്ല. ഒറ്റ ഒരു ഗോപന്മാരും അവിടെ ഇല്ല. ഈ ബ്രഹ്മാവ് അവരെ അങ്ങ് മറച്ചു. കണ്ണൻ എത്രമാത്രം വിഷമിക്കും, കുട്ടിയല്ലേ. അപ്പോൾ ഓദനാദിച്ച ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഗോപന്മാരെ അവിടെ ഇരുത്തിയിട്ടാണല്ലോ കണ്ണൻ പോയത്. ഞാൻ പോയി നോക്കി പിടിച്ചുകൊണ്ട് വരാം, നോക്കിയിട്ട് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് പോയതല്ലേ. നോക്കിയപ്പം പശുക്കളെയും കാണുന്നില്ല, തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കുട്ടികളെയും കാണുന്നില്ല. അങ്ങനെ കണ്ടതിൽ എങ്ങും തത്ര അവർ അങ്ങനെ. അപ്പോൾ കണ്ണൻ എന്ത് വിചാരിച്ചു? തത്ര അവർ കാനനന്തോറും പശുവൃന്ദങ്ങൾ അന്വേഷിപ്പാൻ ആനായ ബാലന്മാർ പോയാരെന്നു നിനച്ചുടൻ. കുട്ടികളെ കാണാഞ്ഞപ്പം ഭഗവാൻ വിചാരിച്ചു അവർ കാട്ടിലെല്ലാം പശുക്കളെ തിരയാനായിട്ട് പോയി കാണും എന്ന് കരുതി. അല്ലാതെ ഇതങ്ങനെ ഓർക്കുന്നു ഇങ്ങനൊരു മായ വരുമെന്ന്. അപ്പോൾ കുട്ടികളെല്ലാവരും പശുക്കളെ തിരക്കാൻ പോയി എന്ന് കണ്ണൻ കരുതി. താൻ അവരുടെ നാമധേയങ്ങൾ നീളെ ചൊല്ലി സാനന്ദം വിളിച്ചു കൊണ്ട് ഓടിനാൻ പലയിടത്തും. കണ്ണൻ കഷ്ടം, ഒറ്റൊരു കുട്ടിയല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും കാണാഞ്ഞപ്പം കുഞ്ഞെന്ത് ചെയ്തു? എല്ലാവരുടെയും പേരുകൾ വിളിച്ച്
ഓരോരുത്തരുടെയും പേരുകൾ കണ്ണൻ അറിയാമല്ലോ. അവരെയൊക്കെ സാനന്ദം വിളിച്ച് നാമധേയങ്ങൾ ഓരോ ഗോപന്മാരുടെയും പേരുകൾ വിളിച്ച് നീളേ വിളിച്ച് ചൊല്ലി സാനന്ദം പലയിടത്തും വേദങ്ങളോതി തിരഞ്ഞാതരാൽ കാണാതൊരു പാദ പങ്കജങ്ങളിൽ കല്ലിലും മലയിലും പാരിച്ച പടലിലും ഉള്ളിലും നടന്ന് ഇടർ പൂരിച്ചു വശം കെട്ടു മാഴുകി പോകയില്ലല്ലേ. കുഞ്ഞു കാലല്ലേ, തിളുന്ത കാലല്ലേ, അതൊക്കെ ആ കല്ലും മുള്ളും കാരണം ഒന്നും ചിന്തിക്കത്തില്ല, പരിഭ്രമിച്ച് ഓടുമല്ലേ. അത്രമാത്രം വിഷമമായി പോകും. പിന്നെ അവിടെ കല്ലോ മുള്ളോ എന്ന് കരുതുമോ? കുട്ടി എന്ത് ചെയ്തു? എല്ലാവരുടെയും പേര് വിളിച്ച് ഉള്ള കല്ലും മുള്ളിലെല്ലാം ചവിട്ടി അത്രമാത്രം വിഷമിച്ച് വശം കെട്ട് മാഴുകി തളർന്നു ഈ കുഞ്ഞു കണ്ണൻ. ബാലഗോജാലങ്ങളെ വേർപെട്ട് പോന്നേനെന്നങ്ങ് ആലയെ ചെന്നാൽ അമ്മ കോൽ കൊണ്ടു തല്ലീലല്ലി. ഈ കുട്ടികളെയും പശുക്കളെയും ഇല്ലാതെ ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? ഗോപന്മാരുമില്ല, പശുക്കളുമില്ല. ഇവർ ബാലഗോജാലങ്ങളെ കുട്ടികളെയും പശുക്കളെയും ഇല്ലാതെ വേർപെട്ടിട്ട് ഞാൻ എങ്ങനെ ആലയത്തിൽ വീട്ടിൽ ചെല്ലും? എൻ്റെ അമ്മ എന്നെ കോൽ കൊണ്ട് വടി കൊണ്ട് എന്നെ തല്ലത്തില്ലയോ? പാൽവെണ്ണ നിത്യം നുകർന്നാനന്ദിച്ചിടും ഉണ്ണിക്കാർ വർണ്ണനിവ ഇല്ല ഞാതങ്കം വായിക്കയാലേ. എപ്പോഴും പശുവിൻ്റെ പാലും വെണ്ണയും നുകർന്ന് ആനന്ദിക്കുന്ന കണ്ണനല്ലേ. അങ്ങനെ അത്രമാത്രം വിഷമം വന്നു. കായവും തപിച്ചൊരു വ്യാധികൾ പിടിപെട്ടു. പെട്ടെന്ന് തന്നെ ഭഗവാന്റെ കായം ശരീരമൊക്കെ അങ്ങ് താപിച്ച് വിഷമം ഉള്ളിൽ കയറി. അങ്ങനെയല്ലേ, ആർക്കാലും ഉള്ളതല്ലേ. പിന്നെ കുട്ടിയുടെ കാര്യം പറയണോ? കുഞ്ഞല്ലേ, 10 വയസ്സകത്തല്ലേ ഉള്ളൂ. അപ്പോൾ കായം ശരീരവും തപിച്ച് ഒരു വ്യാധികൾ വന്നാൽ അപ്പോൾ മനസ്സിന് പ്രയാസം വന്നാൽ പിന്നെ അത് എന്തുവരും? വ്യാധിയാവും. വ്യാധി പിടിപെട്ടു പേയായി ചമഞ്ഞു പോകില്ലല്ലീ. അപ്പം അത്രമാത്രം ഈ പേച്ച ഭ്രമം മനസ്സൊക്കെ ഇളകിപ്പോന്നു കുട്ടിയുടെ. അങ്ങനെ പേയായി ചമഞ്ഞു പോകില്ലല്ലേ കുഞ്ഞു തന്നെ വിചാരിക്കുക. വിശേഷിച്ചു കോമളൻ തനിക്ക് ഉയരാകിയ ചങ്ങാതികൾ യാമിനികളിൽ ഉറങ്ങുമ്പോഴും പിരിയാതെ കൂടി നിൽപ്പവരോട് വേർപിരിഞ്ഞഴൽപ്പെട്ട് ചൂടുള്ളിൽ മുഴുത്തുയിർ വേർപെട്ടു പോകല്ലേ. കുഞ്ഞുങ്ങളെപ്പോഴും യാമിനികളിൽ രാത്രിയും കൂടെ കുട്ടികൾ ഭഗവാന്റെ കൂടുണ്ട്. തനിക്ക് വിശേഷിച്ച് കോമളൻ ഭഗവാൻ കണ്ണൻ്റെ ഉയിരാണ് ഈ ചങ്ങാതികൾ. അത്ര കൂട്ടുകാരാണ്. ഉയിരായുള്ള ഈ കുട്ടികളെ ചങ്ങാതികളെ യാമിനികൾ രാത്രി ഉറങ്ങുമ്പോഴും പിരിയാതെ കൂടി നിൽപ്പം അവരോട്. അങ്ങനെയുള്ള കുട്ടികളെ വേർപിരിഞ്ഞ് അഴൽപ്പെട്ടു. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഇവരെല്ലാം പൊപ്പോയി, എവിടെ ഒരു പിടിയില്ല. അങ്ങനെ കുഞ്ഞിൻ്റെ ഉള്ളമെല്ലാം അഴലോട് അത്രമാത്രം വിഷമിച്ചിട്ട് അഴൽപ്പെട്ട് ചൂടുള്ളിൽ ഉള്ളെല്ലാം ചൂട് പിടിച്ച് മുഴുത്തുയിർ വേർപെട്ട് എൻ്റെ ഉയിര് വേർപെട്ട് പോകുമല്ലോ എന്നൊക്കെ ചിന്തിക്കും. അത്രമാത്രം വിഷമവും ഭാരവും അങ്ങ് ഉള്ളിലായി. അപ്പോൾ അങ്ങനെ വിഷമിച്ചപ്പോൾ ഈ അമരന്മാർ ആകാശത്ത് നിൽപ്പുണ്ട്. ഈ ധാതാവും ഒക്കെ ബ്രഹ്മാവും ദേവന്മാരൊക്കെ ആകാശത്ത് നിൽപ്പുണ്ട്. ഈ കുട്ടി ഇങ്ങനെ പാഞ്ഞു പറിഞ്ഞ് ഓടുന്നതും വിഷമിക്കുന്ന നീള കുട്ടികളെ പേര് വിളിച്ച് ഓടുന്ന ഇതെല്ലാം കണ്ട് അങ്ങനെ വിഷമിക്കുന്നുണ്ടപ്പം ഈ അമരന്മാരായ ദേവന്മാർ പറഞ്ഞു, ധാതാവേ, ചെറിയൊരു ബാലനോടിത് ഭവാൻ നീതിയല്ലല്ലോ ചെയ്വതെന്നല്ല അമരകൾ. ധാതാവേ, അതാ ബ്രഹ്മാവേ, ഈ കുട്ടിയോട് കാണിക്കുന്നത് നീതിയല്ല ദേവന്മാർ പറയുന്നു. കാരണം കുഞ്ഞൊറ്റയ്ക്ക് ആരും ചെയ്തൊരു കൃത്യമാണോ? ഭഗവാന്റെ ശക്തി പരീക്ഷിക്കുന്നതിന് ഈ പ്രായത്തിലൊക്കെയാണോ ചെയ്യുന്നത്? ബ്രഹ്മാവിൻ്റെ അഹങ്കാരമാണത്. അപ്പോൾ ബ്രഹ്മാവേ, ഇത് ശരിയല്ല. ദേവന്മാർ വിളിച്ചു പറയുന്നു, ചെറിയൊരു കുട്ടിയല്ലേ ഈ ബാലൻ, ഇതിനോട് ഭവാൻ അതായത് ബ്രഹ്മാവ് ഇത് കാണിക്കുന്ന നീതിയല്ലല്ലോ ഈ ചെയ്വത് എന്നെല്ലാം അമരകൾ ദേവന്മാർ മാനസങ്ങളും ഭ്രമിച്ചാവോളം അപേക്ഷിച്ചു യാനങ്ങൾ തോറും പരിധീനരായി നിൽക്കെ കണ്ടു. അങ്ങനെ മനസ്സെല്ലാം ഭ്രമിച്ച് ആവോളമെല്ലാം അപേക്ഷിച്ചിട്ട് യാനങ്ങൾ തോറും പരിധീനരായി നിൽക്കെ കണ്ടു. എന്താ? ദേവകീസുതൻ വസുദേവ നന്ദനൻ കൃഷ്ണൻ ദേവദേവേശൻ പുനരന്നേരം അകതാരിൽ മേവിനെ മിഴികൊണ്ട് തന്നോടുകൂടെ പോന്ന സേവക ജനങ്ങളെ ഗോകുലത്തോടും കൂടിക്കാണായ്വാൻ അവകാശമെന്തെന്ന് നോക്കുന്നേരം ഭഗവാനൊരു ബുദ്ധി വന്നു കണ്ണന്. എന്തായാലും പശുക്കളെ കാണാതെ പോയത് ഓക്കെ, ഈ കുട്ടികളെങ്ങോട്ട് പോയി? ഭഗവാൻ ഉള്ളം കൊണ്ട് ചിന്തിച്ചു. അകക്കണ്ണുകൊണ്ട് മിഴി, അതായത് മേവിനെ മിഴി കൊണ്ട് പിന്നെ ദേവദേവേശൻ കണ്ണൻ പുനരന്നേരം അകതാരിൽ ഉള്ളിൽ മേവിനെ മിഴി കൊണ്ട് ഉള്ളിലെ കണ്ണുകൊണ്ട് മനസ്സാകുന്ന കണ്ണുകൊണ്ട് തന്നോട് കൂടെ പോന്ന സേവക ജനങ്ങളെ, എന്നോടൊപ്പമുള്ള ഈ സേവകരായ ഈ ഗോപന്മാരെ ഗോകുലത്തോടും കൂടി, അത് പശുക്കൂട്ടത്തോടും കൂടി
കാണാഞ്ഞത് കൊണ്ട് ഇതിൻ്റെ അവകാശം എന്തെന്ന് നോക്കി ഭഗവാൻ എന്ന് ചിന്തിച്ചു. ഇവരെ കൂടെ കാണാഞ്ഞപ്പം സംശയം വന്ന് ഇതിനെന്തോ പന്തികേടുണ്ടെന്ന് ഭഗവാൻ അകക്കണ്ണുകൊണ്ട് ഉള്ളം കൊണ്ട് ചിന്തിച്ചു. കാണായി വിധാതാവിൻ മായ വൈഭവമെല്ലാം അങ്ങനെ ഉള്ളം കണ്ണുകൊണ്ട് ചിന്തിച്ച് നോക്കിയപ്പോൾ ഭഗവാൻ കണ്ണിന് മനസ്സിലായി ഇത് ധാതാവിൻ്റെ ബ്രഹ്മാവിൻ്റെ കളിയാണ്, മായ വൈഭവമാണെന്ന് ഭഗവാൻ മനസ്സിലാക്കി. കോളേ കേവലം അതിനുണ്ട് ഉപായങ്ങൾ ഇനി നാളെയാം ഇതിനിന്നെന്താവത് നിരൂപിച്ചാൽ ഇത് ശരി തന്നെ, പക്ഷേ ഇതിനൊരു ഉപായമൊക്കെ ഉണ്ട് നാളെ. പക്ഷെ ഇതിപ്പം തന്നെ വേണമല്ലോ, ഇന്നിനി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിരിക്കുക, സമയം പോയി, വൈകുന്നേരം ആവാൻ അല്പസമയം കൂടെ ഉള്ളു. ഭഗവാൻ പെട്ടെന്ന് വീട്ടിൽ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പം പിള്ളേർ വേണം, പശുക്കൾ വേണം, ഇവരെ എന്ത് ചെയ്യും? അപ്പോൾ ഭഗവാൻ ചിന്തിക്കുന്നത് ഇപ്പോഴെന്താ ഇതിന് എന്ത് ചെയ്താൽ പറ്റും അങ്ങനെ നിരൂപിച്ചു. കോളേ കേവലം അതിനുണ്ട് ഉപായങ്ങൾ, ഇതിനെല്ലാം നല്ല ഉപായം ഭഗവാന് അതിനേക്കാൾ നല്ല മായയല്ലയോ? ഭഗവാന്റെ മായയ്ക്ക് എന്തെങ്കിലും ശക്തി കേടുവല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഭഗവാൻ നാളെയാം ഇതിന് ഇന്ന് എന്താവത്, ഇന്നിപ്പോൾ എന്താ വേണ്ടേ അങ്ങ് നിരൂപിച്ച്. നാളികാസനൻ മതം പോക്കുവൻ ക്രമം കൊണ്ടങ്ങ് ആളുകളെയും കാലിജാലങ്ങളെയും ചെമ്മേ ഞാനങ്ങ് ചെല്ലുന്നേരം എങ്ങനെ പുരത്തിങ്കിൽ ആനായന്മാരെ കണക്കൊപ്പിപ്പൂ വഴി പോലെ. കണ്ണൻ ചിന്തിക്കുന്നു, ഇന്നിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടുന്നത്? അവിടെ നിന്ന് എങ്ങനെയാണ് ഈ പശുക്കളും ഗോപന്മാരെ അവിടെ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വന്നു, അതുപോലെ തന്നെ അങ്ങോട്ട് ചെല്ലണം, പുരത്തിങ്കിൽ വീടുകളിൽ ചെല്ലണം. അതുകൊണ്ട് ആനായന്മാരെ ഈ കുട്ടികളെ അതുപോലെ ഒപ്പിക്കണം, വഴി പോലെ തന്നെ വേണം. അങ്ങനെ ഭഗവാൻ ചിന്തിച്ചു. ആളുകളെയും അതായത് ഈ ഗോപന്മാരെയും കാലിജാലങ്ങളെയും ചെമ്മേ ഞാനങ്ങ് ചെല്ലുന്നേരം വൈകിട്ട് ചെല്ലുമ്പോൾ എങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോകേണ്ട എന്നും എങ്ങനെയാണ് അതുപോലെ തന്നെ ആനായന്മാരെ കണക്കൊപ്പിപ്പ് അതുപോലെ തന്നെ ഒപ്പിക്കണം എന്ന് ഭഗവാൻ വഴിപോലെ ചിന്തിച്ചു. ബാലന്മാർ പശുക്കളും എന്ത് ചെയ്താരെന്നുടൻ ഗോപന്മാർ ചോദിക്കുമ്പോൾ എന്തോന്ന് പറവൂ ഞാൻ. അപ്പോൾ അതുപോലെ വഴിപോലെ ഒപ്പിക്കാതിരുന്ന ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ എന്ത് വരും വഴിപോ അപ്പം ചെല്ലുമ്പോൾ ഗോപന്മാർ മുതിർന്നവർ ചോദിക്കത്തില്ലേ എന്തിയേ കുട്ടികൾ എന്തിയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പശുക്കൾ എന്തിയേ? ആനായന്മാരെ കണക്കൊപ്പിപ്പ് വഴി പോലെ ബാലന്മാർ പശുക്കളും ഈ കുട്ടികളും പശുക്കളും എന്ത് ചെയ്താരെന്നുടൻ ഗോപന്മാർ ചോദിക്കുമ്പോൾ എന്തോന്ന് ഞാൻ പറയും? എന്തു പറവൂ ഞാൻ? ധാതാവെൻ കളി കാൺമാൻ കോപ്പിട്ടിട്ടത് ചെയ്താൻ ഏതിനും അതിനൊന്ന് കാട്ടണമെന്നുണ്ടല്ലോ. ഈ കോപ്പുകൾ അത്ര ഈ ധാതാവ് കാണിച്ചു. എൻ കളി കാണാൻ, ധാതാവ് കളി കാണാൻ, ഭഗവാന്റെ കുഞ്ഞിൻ്റെ കളി കാണാൻ ഈ ബ്രഹ്മാവ് ഈ കോപ്പുകളെല്ലാം ഇങ്ങനെ ചെയ്തു, എല്ലാത്തിനെയും മറച്ചു വെച്ചു. എന്നാൽ അതിനേതിനും അതൊന്ന് കാട്ടണമെന്നോ അതിന് പകരം ഒന്ന് വീട്ടണമല്ലോ, ധാതാവിനെ അഹങ്കാരം ഒന്ന് പോക്കണമല്ലോ എന്ന് ഭഗവാന് നിർബന്ധം. ഏതിനും അതിനൊന്ന് കാട്ടണമെന്നുണ്ടല്ലോ. ഗേഹേഷു മരുവീടും മാതാക്കന്മാർക്കും മനസാഹിത്യ പ്രഭംഗങ്ങൾ ചെയ്യരുതെന്നുണ്ട്. അത് അപ്പോൾ ചെല്ലുമ്പം ഒന്നുമില്ലാതെ ചെന്നാൽ ബ്രഹ്മാവിൻ്റെ അഹങ്കാരവും കൂടും, വീട്ടിൽ നിൽക്കുന്ന മറ്റ് ഗോപന്മാർക്കൊക്കെ ചോദിക്കുന്ന ഉത്തരം പറയാനുമില്ല. ഇത് രണ്ടും സാധിക്കണം. വീട്ടുകാരും തന്നെ ഇത് അറിയാൻ പാടില്ല, അതുപോലെ ഒപ്പിച്ചുകൊണ്ട് പോകണം. അപ്പോൾ പിന്നെ ആരും അത് ചോദിക്കില്ല. ബ്രഹ്മാവിൻ്റെ അഹങ്കാരവും മാറ്റണം. അതിന് ഭഗവാൻ എന്ത് ചെയ്തു? സാധിപ്പൻ അത് രണ്ടും. കാരണം വീട്ടുകാരും അറിയേണ്ട, ഈ ബ്രഹ്മാവിൻ്റെ അഹങ്കാരം പോണത് രണ്ട് കാര്യവും ഒപ്പിക്കണം. സാധിപ്പൻ അത് രണ്ടും ഒന്നുകൊണ്ട് ഇവിടെ ഞാൻ മാധവനേവം കൽപ്പിച്ചുറച്ചു മനക്കാമ്പിൽ. അതുകൊണ്ട് ഇത് രണ്ട് കാര്യവും എനിക്ക് സാധിച്ചേക്കുള്ളെന്ന് കണ്ണൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. സാദരം അധൈവ തൽസേവകന്മാരായി പിരിയാതെ പോന്ന അപഹൃതന്മാരായ സഖന്മാരെ. എങ്ങനെയാണ് അവിടുന്ന് വന്നത് സേവകന്മാരായ കുട്ടികൾ? പിരിയാതെ പോന്ന അപഹൃതന്മാരായ സഖന്മാരെ. എപ്പോഴും ഭഗവാന്റെ കൂടെ പിരിയാതെ നിൽക്കുന്ന ഈ കുട്ടികളെ, സഖന്മാരെ ഗോകുലത്തോടു കൂടെ, അതായത് പശുക്കൂട്ടത്തോടു കൂടെ തന്നെ വേഗേന നിർമ്മിച്ചാനങ്ങാകവേ സംഖ്യകൾ ഉണ്ടാക്കി ഞാൻ നടേ തന്നെ മുമ്പേ എങ്ങനെയായിരുന്നു കുട്ടികൾ ഗോപന്മാർ എങ്ങനെയായിരുന്നോ അതുപോലെ കേവലം തങ്ങൾക്കൊത്ത് ഉപമിതകളാം ഭാവാദി ഭേദങ്ങളും ഒക്കവേ വരുത്തിനാൻ. അതുകൊണ്ട് അവരുടെ ഭാവഭേദങ്ങളൊക്കെ എങ്ങനെയാണോ, വസ്ത്രങ്ങൾ, അവരുടെ മുടികൾ, അവരുടെ ദേഹം വെളുപ്പോ കറുപ്പോ എന്തൊക്കെയാണ്, അവരുടെ അവയവങ്ങളുടെ കണ്ണെങ്ങനെയാ, എന്താ മൂക്കെങ്ങനെ, ഇതൊക്കെയും അതുപോലെ തന്നെ ഉപമിതകളാം ഭാവാദി ഭേദങ്ങളൊക്കെ വരുത്തി ഭഗവാൻ. അങ്ങനെ വരുത്തിയിട്ട് എങ്ങനെയാ? നീളമൊട്ടേറെയുള്ള ബാലന്മാർ ചിലർ ആളുകൾ. അപ്പം നീളം ഒട്ടേറെയുള്ള കുട്ടികളുണ്ട്, ചിലർ ആളുകൾ തടിച്ചു നീണ്ടുള്ളവർ, ചിലരെല്ലാം നീളത്തിൽ ഏറ്റവും മെലിഞ്ഞുള്ളവർ, അതിൽ ചിലർ നീളം എന്നിയേ തടിച്ചുള്ളവർ ഒരു തരം,
കാലെഴുന്നുടൽ ചെറുതായൊരു പരീക്ഷകൾ, ചെറിയ ചെറിയ ഉടലും കാലെഴുന്നു, അങ്ങനെ ഓരോ ഇത് പറയേണ്ടത് നമുക്ക് അറിയാം. കാലുമെങ്ങി ഉടലും ഒത്തുണ്ടല്ലോ ചിലരവർ, കാലാതികൃശങ്ങളായി കായങ്ങൾ വളർന്നവർ, ശരീരം വളർന്നവർ കായങ്ങൾ. കാലും അംഗവും കൃശന്മാരായുള്ളവർ ചിലർ, ചിലരുടെ അംഗവും കാലൊക്കെ നൈസ്, ഒട്ടും വണ്ണമില്ല, കൃശന്മാരായുള്ളവർ. ബാലന്മാർ അത്യുന്നത തടികൾ, നല്ല തടിയുള്ളവർ. കേച്ചിൽ കേച്ചിൽ ചിലർ ചിലർ, കേച്ചിൽ എന്നത് ചിലര്, ചിലരെല്ലാം. ലോലമധ്യന്മാർ വ്യാസോരസുകൾ ഓരോ തരം, പീനകുഷികൾ ഉരസ്കൃശന്മാർ കേച്ചിൽ കേച്ചിൽ, അങ്ങനെയുള്ളവർ ചിലര് ചിലര്. താണു പാണികൾ നീണ്ടും കുറഞ്ഞും കേച്ചിൽ കേച്ചിൽ, ഗ്രീവങ്ങൾ തടിച്ചു വട്ടിച്ചു ഒട്ടേറെ നീണ്ടും ആവോളം ഇടുങ്ങിയും ഓരോരോ തരം തരം, കേശപാശങ്ങൾ മുഴുത്തേറെ നീണ്ടവർ ചിലർ. ഇക്ക അവിടെ തെറ്റാണ്, ഏറെ നീണ്ടവർ ചിലർ, ഇക്ക അവിടെ വേണ്ട. കേശപാശങ്ങൾ, അത് പാശം കയറ്, കേശം കയറ് പോലെ വലിയ മുടിയുള്ളവർ. അപ്പോൾ കേശപാശങ്ങൾ മുഴുത്തേറെ നീണ്ടവർ ചിലർ, കേശം ആകവേ ധരിച്ചുള്ളവർ ചിലർ. എല്ലാം ചിലരുടെ ദേഹം മൊത്തവും മുടിയായിരിക്കും, ദേഹത്ത് കയ്യിലും മുഖത്തും. കേശന നറും കേശധാരികൾ ചിലരഹോ, കേശമുണ്ടന്മാർ, മുടിയില്ലാത്തവർ, മുണ്ടനം ചെയ്തവർ. ചിലരാളക ലളിതന്മാർ, കേശ ഉന്നത നാസന്മാർ, വലിയ മൂക്കുള്ളവർ. മുറിമൂക്കന്മാരും, മൂക്കില്ലാത്ത മുക്കുറികൾ, എന്നുവെച്ചാൽ മൂക്കിന് നീളമില്ലാത്തവർ. പതിനാസന്മാർ ചിലർ മറ്റും ഓരോരോ വിധം, കേശന സുരുചിര ഭ്രൂ ലളിതന്മാരവർ. കേശിതായത നേത്രന്മാർ ചിലർ ഊർധ്വാക്ഷന്മാർ, കേചന പരിവൃതാക്ഷന്മാരൊട്ടധോഷന്മാർ, കേചന കോണവിലാളാക്ഷന്മാരോരോ വിധം, കേചന വിശാലാക്ഷന്മാർ ചിലർ സർപ്പാക്ഷന്മാർ, സർപ്പത്തിൻ്റെ കണ്ണ് പോലുള്ളവർ, ഉരുണ്ട് കണ്ണ് പോലെ, പാമ്പിൻ്റെ കണ്ണ് പോലെ ഇരിക്കുന്നത്. കേചന പുരീഷാക്ഷന്മാർ നിമീലനം പ്രതി ലോചനാർത്ഥന്മാർ ചിലർ, ചരിദ്രക്കുകൾ ചിലർ. കേചന മന്ദസ്മിത സുപ്രസാദാസ്യന്മാരും, ക്ലേശിത മന്ദപ്രസാദ ആനന്ദ കലുഷന്മാർ, കേചിത് ഉന്നത രതനാധര വികൃതികൾ, കേശന ലംബോഷ്ടന്മാരെന്നിവരെന്തെന്തഹോ. ഞാനിഹ വേറെ 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 ചൊല്ലുന്നതെല്ലാം ആനായാർഭകന്മാർ തൻ പ്രകൃതി വിശേഷങ്ങൾ. ഇതൊക്കെ ആരാ പറയുന്നത്, ആരോടാ പറയുന്നത് അറിയാമല്ലോ. ഭഗവാന്റെ കഥകൾ ഇനിയും കേൾക്കണമെന്ന് പരീക്ഷത്ത് ചോദിച്ചപ്പോൾ ഇനിയും പറയുന്നത് ഭഗവാന്റെ അത്ഭുത കഥകളൊക്കെ ഇതൊക്കെയാണ്, അവിടെ നടന്ന സംഭവങ്ങളൊക്കെയാണ്. മഹാമുനി ശ്രീശുഖ മഹാമുനി ശ്രീ പരീക്ഷനോട് ചോദിക്കുക, ഞാനിക വേറെ വേറെ എന്ത്, ഇതൊക്കെ പറയാൻ ഇത്ര പാടുന്നത്, ഇതെല്ലാം നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇദ്ദേഹം മഹാമുനി. ഞാനിക വേറെ 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 ചൊല്ലുന്നതെല്ലാം ആർഭകന്മാർ തൻ പ്രകൃതി വിശേഷങ്ങൾ, കേചന കപാനില പൈത്തികാകൃതികൾ താൻ, കേചന കേചിൽ പകർന്നുള്ളവർ ഓരോ വിധം. കേചന രജസ്തമസ് സാത്വിക ആകാര, തമസ് അതായത് കേചന ചിലര്, രജസ് തമസ് സാത്വികര്, അങ്ങുള്ള ആകാരം അങ്ങുള്ള ശരീരമുള്ളവർ. ചിലർ കഫപ്രകൃതി, കാരണം കേചന കപാനില പൈത്തികാകൃതികൾ, കാരണം വാതപിത്ത കഫമുള്ളവരുണ്ട്, അതങ്ങനെ. കേചന പകർന്നുള്ളവർ ഓരോ വിധം, രജസ് തമസ് സാത്വിക, ഇത് മൂന്നും ചേർന്നുള്ളവർ. കേച നിർമ്മലാകാര വികൃതികൾ, നല്ല നിർമ്മലമായിരിക്കുന്ന ശരീരമുള്ളവർ. കേചന കറുത്തവർ, കേചന വെളുത്തവർ, കേചന ചമന്നവർ, കേചന ദ്വിവർണ്ണന്മാർ എന്നുവെച്ചാൽ ഇരുനിറമുള്ളവർ. രണ്ടാണ്, ഇരുവർണ്ണം. നമ്മൾ പറഞ്ഞത് ഇരുനിറമാണ്, വെളുപ്പമല്ല കറുപ്പമല്ല, അങ്ങനെയുള്ള. കേശന മുഷിഞ്ഞവർ, കേശന തെളിഞ്ഞവർ, കേശന വികൃതികൾ, കേശന സുഹൃതികൾ, കേശന പീതാംബരന്മാർ, അതിശയം പരിവേശകാംബരധരന്മാർ ചിലർ. ചിലരെല്ലാം രോഹിത വസനന്മാർ, പീത വസ്ത്രന്മാർ ചിലർ, മോഹനാംബരന്മാരായുള്ളവർ ചിലരെല്ലാം. കേശന തുലോം പരിജീർണ വസ്ത്രന്മാർ ചിലർ, കേശന വിഭൂഷണധാരികൾ അംഗങ്ങളിൽ. കേശന ചിലർ വിഭൂഷണങ്ങൾ ധരിച്ചവർ, കേശന ചിലർ വിഭൂഷണഹീനന്മാരതിൽ. കേശവ ശിവശിവ ചൊൽവതിനെനിക്കേതും പേശലതകളില്ല നാവിനെന്നിരിക്കലും. മഹർഷി പറയുന്നു, ഇതൊക്കെ ഇത്രയും പറഞ്ഞ് പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് കേശവ, ഭഗവാനെ നാരായണ, കേശവൻ എന്ന് വെച്ചാൽ ആരാ? നാരായണൻ, കൃഷ്ണൻ്റെ പേരാണ്. കേശവ ശിവശിവ ചൊല്ലുവത് ഇത്രയൊക്കെ ഞാൻ പറയുന്നതിന് എനിക്ക് പേശലകളില്ല, നാവിനെന്നിരിക്കുന്ന. എത്ര പറഞ്ഞാലും ഭഗവാന്റെ കഥകൾ പറഞ്ഞാൽ ഒരു വിഷമവും ഇല്ല, അത്രത്തോളം നമുക്ക്
വയ്യെങ്കിലും ആവതുണ്ടാവും ഭഗവാന്റെ കഥ പറയുമ്പോൾ. അത്രയാണ്. അത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യം. അപ്പം ഈ മഹർഷി എന്താ പറയുക, ശുഗമഹാമുനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, എത്ര വേണേലും പരീക്ഷിച്ച് ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. കേൾക്കാതിരുന്നാൽ നമുക്ക് പ്രയാസം. കേൾക്കാനൊരു താല്പര്യം. അതാണ് ഞാൻ പറയാം, മക്കളെ ആവുന്നവരെങ്കിലും ഈ കമൻസ് മുടങ്ങല്ലേ. കാരണം വെറുതെ ഒന്ന് ആൾ കാണിച്ചാൽ മതി, നിങ്ങൾ കേൾക്കുന്നു എന്ന് പറയാം. എൻ്റെ ഭക്ത മക്കളെ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെയും പറയുന്നത്, മഹാമുനിക്ക് അത്ര താല്പര്യം ഇത് കൊടുക്കുക. എന്താ കാരണം? പരീക്ഷിത മഹാരാജ് ഇനി 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 കേട്ടിട്ട് പോരാന്ന് പറയാം. അതുകൊണ്ടാണ് അദ്ദേഹം എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന് മടുക്കത്തില്ല, പേശലതകളില്ല, നാവിനെന്നിരിക്കും എത്ര പറയാൻ നാക്കിന് ഒരു വിഷമവുമില്ല. കേളടോ നരപതേ ബാലന്മാർ കരങ്ങളിൽ മേളമാർന്ന് ഓരോ വിധമുണ്ടല്ലോ സുധൃതികൾ. ചിലരുടെ കൈകളിൽ വീട്ടിൽ നിന്ന് വരുമ്പോഴേ പശുക്കളെ മേയ്ക്കാൻ വടി, കമ്പ്, കോല്, പിന്നെ കുഴൽ, ഇതൊക്കെ ആണ് വായിക്കുന്നത്. കോലുണ്ടോ ചിലരുടെ കൈകളിൽ, കുഴലുണ്ട്, കോലപ്പൂവും കുഴലുണ്ടോ കേശന കരങ്ങളിൽ, ബാലന്മാർ കരങ്ങളിൽ തോട്ടിക്കോൽ ചിലർക്കെല്ലാം. ഈ ആനമിക തോട്ടിക്കോലുണ്ട്. അതുപോലെ കോലും അൻപോട് കൊമ്പും കൂടെ ഉണ്ടല്ലോ കേശിൽ. ഈ കേശിൽ എന്ന് പറഞ്ഞാൽ ചിലർ എന്നാണ്. ചിലർക്ക് അങ്ങനെ, ചിലർക്ക് ഇങ്ങനെ എന്നാണ്. ചിലരെന്നാണ് ഈ പറയുന്നത്. കോലക്കോൽ കൊമ്പുകളുമായുണ്ടു ചിലരതിൽ, സാദരമേവം പലവിധങ്ങൾ ഓരോ തരം. മാധവ സഖന്മാരാം ഗോപന്മാർക്കെല്ലാം മുമ്പിൽ, മോദന ഗൃഹങ്ങളിൽ നിന്ന് പോരുമ്പോഴുള്ള ആദരാൽ ഒന്നും മാറിപ്പോകാതെ തത്തൽ സമം. നാദബ്രഹ്മോദിൽ പ്രഭാജാത സംരാപങ്ങളും എന്ന് വെച്ചാൽ അവിടുന്ന് വന്നപ്പോൾ എന്തൊക്കെയാണ് അവിടെ കയ്യിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ചെല്ലുമ്പം വേണ്ടേ. അതുപോലെ തന്നെ ഓരോരുത്തരുടെ സംസാരങ്ങൾ, സ്വഭാവങ്ങൾ, പിന്നെ ശബ്ദത്തിൻ്റെ മാധുര്യം, ഇതൊക്കെയും എല്ലാം ഒത്തത് തന്നെ വേണം. അതുകൊണ്ട് സംസാരത്തിൽ പോലും സൗണ്ട് ഒത്തിരിക്കണം. ഇതെല്ലാം ഭഗവാൻ അതനുസരിച്ച് തന്നെ ഭഗവാന്റെ മായ കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആദരാൽ ഒന്നും മാറിപ്പോകാതെ, കണ്ടോ, ഒന്നും മാറ്റം പിടിക്കാതെ തത്തൽ സമം നാദ ബ്രഹ്മോദിൽ പ്രഭാജാത സംരാവങ്ങളും മോദഖേദാദി പ്രഭേദാദികൾ ഭാവങ്ങളും നാമാനുസ്മൃത ഗതബോധ സംഗ്രഹങ്ങളും പ്രേമം നിസ്നേഹം സ്വര അഭീഷ്ടാദി സ്വരങ്ങളും ഇതെല്ലാം അഭീഷ്ടാദി സകലവും നീതരായവർക്കുള്ളതൊക്കെ ഔവണ്ണം മായ ഹേതുജന്മാർക്കും ധരിപ്പിച്ചുടൻ രഞ്ജിപ്പിച്ചു. അങ്ങനെ എല്ലാം ഒരുപോലെ ഒപ്പിച്ചു, യോജിപ്പിച്ചു, രഞ്ജിപ്പിച്ചു. വെച്ചാൽ എന്തൊക്കെയാണ് അവർ വന്നപ്പോൾ എന്താ ഉള്ളത്, ആര് നോക്കിയാലും ഒറ്റയടിക്ക് ഒന്നും മനസ്സിലാവാത്ത കണ്ണ് ഭഗവാൻ അതുപോലെ തന്നെ യോജിപ്പിച്ച് വെച്ചു. ഇനി നമുക്ക് ബാക്കി നാളെ ഇതുപോലെ ഇരിക്കുന്നെങ്കിൽ എനിക്ക് മക്കൾക്കത് ഇങ്ങോട്ട് ചോദിക്കുന്നതനുസരിച്ച് ഞാൻ തരുന്നു. അതുകൊണ്ട് എൻ്റെ ആഗ്രഹമല്ല ഇത്, എൻ്റെ ഭഗവാന്റെ ഇഷ്ടം സാധിക്കുന്നു. നാളെ ഞാനിങ്ങനെ ഇരിക്കുന്നെങ്കിൽ നാളെ ഇതിൻ്റെ ബാക്കിയിടും. കാരണം ഇത് ഈശ്വരൻ്റെ കൽപ്പന പോലെ ഞാൻ ചെയ്യുന്നു, ഭഗവാന്റെ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് എൻ്റെ ആഗ്രഹം അല്ല മക്കളെ. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതിനിടയ്ക്ക് കാണാൻ തട്ടിപ്പോയാൽ ഈ ആഗ്രഹത്തിന് വേണ്ടി പിന്നെ ജനിക്കേണ്ടി വരും. എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഈ ലോകത്ത് വരേ വേണ്ട. എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ഇതുപോലെ എനിക്ക് സുഖമൊക്കെയാണ്, ഇതുപോലൊക്കെ ആയുസ്സോടെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് ബാക്കി നാളെ ഇടാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെയാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ ഇഷ്ടമല്ല, എല്ലാം പരമാത്മാവിൻ്റെ ഇഷ്ടം. ഭഗവാന്റെ കഥകൾ മറ്റുള്ളവരെ കേൾപ്പിക്കുക, അവർക്ക് ആനന്ദം പകരുക. ഭഗവാൻ എങ്ങനെയാ സൽഗുണ സമ്പൂർണനായ പരമാത്മാവ്, നമ്മൾ ഒരു സൽഗുണപൂർണ്ണനാകാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു. നമ്മളും അതുപോലെ എല്ലാവർക്കും ഗുണങ്ങൾ കൊടുക്കുക. നമ്മളാൽ ഒക്കുന്ന ഗുണഗണങ്ങൾ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണം. എന്തായാലും ആരോഗ്യമായാലും ആയുസ്സായാലും നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അവർക്ക് ആരോഗ്യം വരണമേ, ആയുസ് കൊടുക്കണമേ, അവർക്ക് ബുദ്ധി ഉണ്ടാകണമേ, അവർക്ക് നല്ല സ്വഭാവം ഉണ്ടാവണമേ, ഈശ്വരൻ്റെ ആനന്ദം അനുഭവിക്കണമേ, ഈ ലോകത്തിലെയും വരുന്ന ലോകത്തിലെയും ആനന്ദം എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകണമേ. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം ഏക പരമാത്മാവിൻ്റെ മക്കൾ തന്നെയാണ്. നമ്മൾ അന്യവരാരും തന്നെയില്ല. എല്ലാവരും നമ്മളെ സഹോദരങ്ങൾ തന്നെയാണ്. നമ്മൾ മനുഷ്യർ മാത്രമല്ല, സർവ്വ ജീവജാലങ്ങളും എല്ലാവരോടും നമുക്ക് ഒരുപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ഒരു ജ്ഞാനി. നമുക്ക് അങ്ങനെ ആകണം മക്കളെ. ഈ ലോകത്തിൻ്റെ ഈ ദുഷിച്ച ലോകം നന്നാക്കണം നമുക്ക്. നമ്മൾ കുറേ പേര് വിചാരിച്ചാൽ ഇങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെ ആക്കി നന്നാക്കണമേ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ പരമാത്മാവായ ഭഗവാൻ നാരായണൻ കൃഷ്ണനായി അവതരിച്ചത്. ഇനിയും ഭഗവാനെ അങ്ങൊരു അവതാരം എടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.